നമസ്കാരം. ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ കസ്റ്റഡിയിലെടുത്ത് ED. MES സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് EDയുടെ നടപടി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും നാടകീയമായി കസ്റ്റഡിയിലെടുത്ത ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. മുബഷീർ P. അക്ബറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മുബഷീർ, വളരെ നാടകീയമായിട്ടായിരുന്നു കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ എത്ര മണിക്കൂറോളം നടത്തി? അതിനുശേഷമാണ് വിട്ടയച്ചത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസ് എന്താണ്? ഗുഡ് മോർണിംഗ് ശ്രുതി. ആര്യ, MESന്റെ പ്രസിഡന്റും ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ സജീവ മുഖവും കൂടിയായിട്ടുള്ള ഫസൽ ഗഫൂറിനെ ഇന്നലെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. നേരത്തെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപം സ്വീകരിച്ച് ആ നിക്ഷേപകരെ വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ പോലീസിന്റെ കേസുണ്ടായിരുന്നു. ആ പരാതിക്കാരൻ EDക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് ഇത്തരം നടപടി ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫസൽ ഗഫൂറും കുടുംബവും ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോകാനിരിക്കുന്നതായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നതും ഇദ്ദേഹത്തെ പിടികൂടുന്നതും. പലതവണ ED ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഫസൽ ഗഫൂറിന് നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ളതാണ് ED വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരാകാൻ ഫസൽ ഗഫൂർ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ആ പശ്ചാത്തലത്തിലിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ, വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ED ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഫസൽ ഗഫൂറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നാടകീയ രംഗങ്ങളൊക്കെ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അവിടെ നിന്നും ഫസൽ ഗഫൂറിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏകദേശം മണിക്കൂറുകളോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നോ നാളെയോ EDക്ക് മുൻപിൽ ഹാജരാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ MES സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതി, അതായത് കോഴിക്കോട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി ഫസൽ ഗഫൂറിന് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപം സ്വീകരിച്ചിരുന്നു. ഈ നിക്ഷേപം സ്വീകരിച്ച് പിന്നീട് പദ്ധതി തുടങ്ങാത്തതിൽ അതിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ചില നിക്ഷേപകരൊക്കെ തന്നെ ഫസൽ ഗഫൂറിനെതിരെ പരാതി നൽകിയിരുന്നു. അതിൽപ്പെട്ട ചില പരാതികളാകാം EDക്ക് ലഭിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ED ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഏകദേശം മണിക്കൂറുകളോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഫസൽ ഗഫൂറിനെ വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു വിദേശ യാത്ര പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യാനും ED നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന യാത്ര പൂർണ്ണമായും ക്യാൻസൽ ചെയ്തതിനു ശേഷമാണ് തിരിച്ചു പോയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് ED ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇന്നോ നാളെയോ തന്നെ ED ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണമെന്നുള്ളതാണ് ഫസൽ ഗഫൂറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് പോകാൻ കുടുംബസമേതമായിരുന്നു അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നത്. ആ ഒരു സമയത്ത് ED ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം MESുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഫസൽ ഗഫൂറിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് കെട്ടിച്ചമച്ച കേസാണ്, പരാതിയാണ്. ED ഉദ്യോഗസ്ഥരിൽ നിന്നും അത്തരമൊരു നോട്ടീസോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു ഇങ്ങനെ യാത്ര ക്യാൻസൽ ചെയ്യേണ്ട നടപടിയൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ യാത്ര ചെയ്യരുതെന്നൊരു നിർദ്ദേശമൊന്നും തന്നെ ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടൊരു യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു അവിടെ എത്തിയിരുന്നത്. പക്ഷേ ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടൊരു പെരുമാറ്റം ഉണ്ടായി എന്നുള്ളത്, ശേഷം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായൊരു സാഹചര്യത്തിൽ അവരുടെ മുൻപിൽ വെച്ച് വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഫസൽ ഗഫൂറുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ, അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഏറെ നേരം ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരുന്നു. അപ്പോൾ ഈ പരാതിക്കാർ കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ സർക്കാർ അറിയിച്ചിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തന്നെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ചൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങുമെന്നുള്ളതായിരുന്നു MESന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഫസൽ ഗഫൂർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയം. ഈ പദ്ധതി നടപ്പിലായില്ലെന്ന് മാത്രമല്ല നിരവധി ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു. ആ പണമൊന്നും തന്നെ തിരികെ നൽകാത്തൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു നിക്ഷേപകരിൽ ചില ആളുകൾ, മലപ്പുറം സ്വദേശികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരുന്നത്. അവരിൽ ചില ആളുകൾ EDക്ക് നൽകിയ പരാതിയാകാം ഇപ്പോഴത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിക്ക് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കസ്റ്റഡി ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായിട്ടുണ്ട്. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിട്ടയച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഫസൽ ഗഫൂറിന്റെ ഒരു പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. എന്തായാലും ബാക്കി കേസിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകൾ കൂടുതൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അനുമതി തേടേണ്ട ആവശ്യകതയുണ്ട് വരും ദിവസങ്ങളിൽ. ഒരുപക്ഷെ ഇന്ന് തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ടല്ലേ? ഈ വിഷയവുമായി, ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു കസ്റ്റഡിയാണോ ഈ നടക്കുന്നത്?
തീർച്ചയായും ബന്ധപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു നടപടി തന്നെയാണ് EDയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. നേരത്തെ പോലീസ് കേസെടുത്തായുള്ള വിവരം സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കോടതിയെ ഈ നിക്ഷേപകരായിട്ടുള്ള പരാതിക്കാരൊക്കെ തന്നെ സമീപിച്ചിരുന്ന സമയത്ത് സർക്കാരായിരുന്നു 2020 ഇത്തരമൊരു മറുപടി നൽകിയിരുന്നത്. അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തും ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തും ആദ്യമായിട്ടാണ് ഇത്തരമൊരു നടപടി ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോട്ടീസോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ED ഉദ്യോഗസ്ഥർ നേരത്തെ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഫസൽ ഗഫൂർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വളരെ അനാവശ്യമായിട്ടുള്ളൊരു നടപടിയായി പോയി. ശേഷം അത്യാവശ്യമായിട്ടുള്ളൊരു യാത്രയായിരുന്നു, കുടുംബസമേതം പോകേണ്ട ഒരു യാത്രയായിരുന്നു. അതിനിടയിലാണ് ഇത്രയധികം നാടകീയമായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങൾ അവിടെ വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ വിമാനത്താവളത്തിൽ നിന്ന് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഫസൽ ഗഫൂറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ കൂടിയാണ് ഫസൽ ഗഫൂർ. നമുക്കറിയാം MESന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. MESൽ തന്നെ സംഘടനാപരമായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പല സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ഒരുപാട് കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിഭാഗം പറയുന്നത് സംഘടനയിൽ നിന്ന് പുറത്തുപോയ ചില ആളുകൾ കെട്ടിച്ചമച്ച കഥയാണിത്. മറിച്ച് അത്തരമൊരു നിക്ഷേപ തട്ടിപ്പോ ക്രമക്കേടോ MESന്റെ ഏതെങ്കിലും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച മുൻപുള്ള ഏതെങ്കിലും പദ്ധതികളുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പരാതികളെ, ആരോപണങ്ങളെ ആ നിലയിൽ തന്നെ നേരിടും. MESന്റെ സംസ്ഥാന അധ്യക്ഷനെ, സംഘടനയെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് EDയുടെ ഭാഗത്തുനിന്നും അത്തരമൊരു നീക്കമുണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ നിക്ഷേപവും തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നേരത്തെ തന്നെ ED ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശേഷം കോടിക്കണക്കിന് രൂപ വിവിധ ആളുകളിൽ നിന്നായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫസൽ ഗഫൂർ സംഘടന സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ നിക്ഷേപമൊക്കെ തന്നെ സ്വീകരിച്ചിട്ടും പദ്ധതി നടപ്പിലാക്കാത്തൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇവർ നേരത്തെ പോലീസിന് പരാതി നൽകിയിരുന്നത്. പോലീസ് കേസെടുത്തിരുന്നു. അതിനിടയിൽ EDയെയും ഈ ഒരു സംഘം സമീപിച്ചതാകാം ഒരു പക്ഷേ ED ഇത്തരമൊരു നടപടിയെടുത്തതിന് കാരണമായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫസൽ ഗഫൂർ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ലീഗൽ വശങ്ങൾ, നിയമവശങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷം, അഡ്വക്കേറ്റിന് സംസാരിച്ചതിന് ശേഷം EDക്ക് മുൻപിൽ ഇന്നോ നാളെയോ ഹാജരാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് യൂണിറ്റിലെ ED ഉദ്യോഗസ്ഥരാണ് ഇത്തരമൊരു കേസെടുത്ത് അന്വേഷണം നടത്തുന്നതും അതിനിടയിൽ ഫസൽ ഗഫൂറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരിക്കുന്നത്. ആര്യ, മുബഷീർ, എപ്പോഴാണ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടത്? അതായത് ചോദ്യം ചെയ്യൽ പൂർത്തിയായത് മണിക്കൂറുകൾ നീണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം അദ്ദേഹത്തോട് സംസാരിക്കാൻ മുബഷീർ ശ്രമിച്ചിരുന്നു? ഫസൽ ഗഫൂറിനോട് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിലോട്ട് വിളിച്ചിരുന്നെങ്കിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ ED വൃത്തങ്ങൾ ലഭിക്കുന്ന വിവരപ്രകാരമാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഏറെ ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കസ്റ്റഡി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അവിടെയുള്ള ദൃക്സാക്ഷികളൊക്കെ ആ രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. കുടുംബാംഗങ്ങളോടൊപ്പം വിമാനത്താവളത്തിലെത്തി ഇമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്ന സമയത്താണ് പ്രതീക്ഷിതമായിട്ട് ED ഉദ്യോഗസ്ഥരെത്തുന്നത്, ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുന്നത്, അവിടെ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്ന വിശദമായി ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഫസൽ ഗഫൂറിൻ്റെ വിശദീകരണം. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിശദീകരണം തന്നെയാണ് പുറത്തു വരുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല. പദ്ധതി പ്രഖ്യാപിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ചില ആളുകൾ കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണിത്. സംഘടനയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ചില ആളുകൾ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ മാത്രമാണിത്. എന്തായാലും ED ഉദ്യോഗസ്ഥർ ആ നിലയിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതുമായി സഹകരിക്കാൻ തന്നെയാണ് സാധ്യത. അത് ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ED ഉദ്യോഗസ്ഥരുടെ നടപടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഫസൽ ഗഫൂറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. MESന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഏറെക്കാലമായി അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി MESൽ ഇത്തരത്തിലുള്ള പല പരാതികൾ, ആരോപണങ്ങൾ ഈ പറയപ്പെടുന്ന ഫസൽ ഗഫൂറിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ പോലീസിൻ്റെ അന്വേഷണമൊക്കെ തന്നെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് EDയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. എന്തായാലും അറസ്റ്റിലേക്ക് ED കടക്കുമോ എന്നുള്ളതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി നോക്കിക്കാണേണ്ടത്. വിശേഷം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഉൾപ്പെടെ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന MESന്റെ കീഴിൽ കേരളത്തിലെ വിവിധയിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അവയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെ ED ഈ കേസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി പരിശോധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2015-16 ആ കാലഘട്ടത്തിലായിരുന്നു ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കോഴിക്കോട് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി ഫസൽ ഗഫൂർ പ്രഖ്യാപിച്ചിരുന്നത്. അങ്ങനെ നിരവധി ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ പദ്ധതി നടപ്പിലാക്കിയില്ല, തങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് വഞ്ചിച്ചു എന്നുള്ളതായിരുന്നു ഒരു വിഭാഗം നിക്ഷേപകരുടെ പ്രധാനപ്പെട്ട ആരോപണം.
അവർ ഒരു പക്ഷേ ഇ ഡിക്കും പരാതി നൽകിയതാകാം ഇ ഡിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നടപടിക്ക് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇ ഡി കാര്യത്തിൽ പറയുന്നത് ഏകദേശം 3 തവണയിലധികം നോട്ടീസ് നൽകിയിരുന്നു ഫസൽ ഗഫൂർ മാത്രമായിരിക്കില്ലല്ലോ ഈ അന്വേഷണ പരിധിയിൽ വരിക, മറ്റ് വ്യക്തികൾ കൂടി ഉണ്ടാകുമല്ലോ. അവരാരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അത് അന്വേഷണ സംഘം പുറത്തുവിടുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പരാതി ലഭിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ വിശദമായുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇ ഡി നടത്തിയ പ്രാഥമികമായിട്ടും അന്വേഷണത്തിൽ ഇദ്ദേഹത്തെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്ന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു. അദ്ദേഹത്തെ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഹാജരായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3ലധികം തവണ നോട്ടീസ് നൽകി. ആ ഒരു ഘട്ടത്തിലും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകാത്തൊരു സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് നിലവിൽ ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിലെടുത്ത് കേസിൻ്റെ വിശദമായ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടരന്വേഷണം നടക്കുകയാണ്. ഇ ഡിയുടെ ഭാഗത്തുനിന്നും മറ്റ് അറസ്റ്റ് പോലെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. വിശേഷം അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വഭാവത്തിലൊന്നും തന്നെ പ്രവർത്തിക്കുന്ന സംഘടനയല്ല MES എന്നുള്ളത് നമുക്കറിയാം. വിശേഷം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലാണ് സജീവമായിട്ട് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇ ഡിയുടെ ഭാഗത്തും അത്തരമൊരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഇക്കാര്യത്തിൽ MESൻ്റെയും അതുപോലെ തന്നെ MES വലിയൊരു സംഘടന എന്ന നിലയിൽ MESൻ്റെയും അതോടൊപ്പം തന്നെ ഫസൽ ഗഫൂറിൻ്റെ ഒരു വിശദീകരണം ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്താണ് പരാതി, ഈ പരാതിയിൽ ആരോപണം ഉന്നയിച്ച ആളുകളുടെ വാദം എന്താണ്, ഈ വാദത്തിൽ MESൻ്റെ ഒരു നിലപാട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ പ്രഖ്യാപിച്ച പദ്ധതിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്, അവയിൽ ഇനി പണം നിക്ഷേപകരിൽ നിന്നും സ്വീകരിച്ച പണം തിരികെ കൊടുക്കാത്തൊരു സാഹചര്യമുണ്ടോ, അതോ ഈ പദ്ധതി വഴിമുട്ടിപ്പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ MESൻ്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണം പുറത്തു വരേണ്ടതുണ്ട്. അതിനിടയിലാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിനോടൊപ്പം തന്നെ MESൻ്റെ മറ്റു പല സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ഒരു പരിശോധന ഇ ഡി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയായിരുന്നു ഇതിൻ്റെ ഒരു മേലാധികാരി എന്ന നിലയിൽ സംസ്ഥാന പ്രസിഡന്റ് കൂടെയുള്ള ഫസൽ ഗഫൂറിനെ വിളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇ ഡി ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാത്തതാണ് ഈ ഒരു കസ്റ്റഡിയിലേക്ക് നീങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വിമാനത്താവളത്തിലെത്തി വിദേശയാത്രക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് ഈ ഒരു കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ അദ്ദേഹത്തെ ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമൊക്കെ തന്നെ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ വിശദമായി മൊഴി നൽകിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ട്. ഇന്നോ നാളെയോ ആയിട്ട് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായേക്കും എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഈ ഇ ഡി ഉദ്യോഗസ്ഥരുടെ നടപടിയിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെ കൂടുതൽ വ്യക്തത ഇനി പുറത്തു വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ MESൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായുള്ള ഫസൽ ഗഫൂറിനെ ഇ ഡി ഇത്തരമൊരു കസ്റ്റഡി എടുക്കുന്നത് ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. നിലവിൽ MESൻ്റെ മറ്റു ഉന്നത നേതൃസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളെയൊന്നും തന്നെ ഈ കേസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കം ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. എന്തായാലും ഇ ഡിയുടെ ഭാഗത്ത് അത്തരമൊരു നീക്കം MESൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഉണ്ടായിരിക്കുന്നു. ഇനി എന്തായിരിക്കും തുടർ നീക്കങ്ങൾ, മറ്റു തീരുമാനങ്ങളെന്നൊക്കെ തന്നെ വരും മണിക്കൂറുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.